ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി രാവിലെ നേരത്തെ നീറ്റിട്ട് ഇരിക്കുന്ന കോലമാണ്. അത്യാവശ്യം ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ നീറ്റു. ഞാൻ നീറ്റ സമയത്ത് ലീനു നീറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അവൾ നല്ല ഉറക്കേനു. പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പെട്ടെന്ന് പോന്നു. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നൊരു തുടക്കമായി കൂട്ടെ ഞാൻ വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഉലുവ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇതിന് എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ചവർപ്പും കയ്പ്പും എല്ലാം കൂടെ ആയിട്ട് എനിക്കും ഇക്കാക്കും കൂടി അതിന് സോക്ക് ചെയ്തിന്. അങ്ങനെ കുറച്ച് വെള്ളം ഇതിലൊഴിച്ചിട്ട് ഇക്കാക്കും കൂടി കൊടുത്ത് ഇക്കാക്കും സെയിം ഫീലിംഗ്. ഇക്കാക്ക് പിന്നെ പ്രത്യേകിച്ച് വികാരമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ലേനു. ഞാൻ കുറേ വെള്ളം കുടിച്ചെങ്കിൽ ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ നേരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു. ഇതിലേക്ക് ഞാൻ റോൾഡ് ഓട്സാണ് യൂസ് ചെയ്യൽ. ഇന്ന് പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ നോർമൽ ഓട്സാണ് യൂസ് ചെയ്തത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബെറ്റർ മറ്റേ ഓട്സ് ആയിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഇതിലൊരു പൊടിൻ്റെ ചൊയൊക്കെ ഫീൽ ചെയ്യലുണ്ട്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലീനു നീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളെ കൂടെ ഇരുത്തി. അവൾ ബ്രഷും ചെയ്തിട്ടില്ല. പിന്നെ നീറ്റ പാടെ അവൾക്ക് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കണതൊക്കെ അവൾ നോക്കി നിന്ന് എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലേനു. കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? ഇപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുഴപ്പമില്ല. എനിക്ക് പാല് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് പോയി ഗ്രോസറി ഷോപ്പിംഗ് നടത്തിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒക്കെ ജിമ്മിന് പോണ സമയമായതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പോണത്. പിന്നെ നേരത്തെ നീറ്റിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ല. ലഞ്ചിനാണെങ്കിൽ കുറച്ച് സാധനം ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആ സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കാൻ പോകണം. പിന്നെ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടീനെ ഒന്ന് എടുത്ത് വെച്ചുകൂടെ എന്ന്. കുട്ടിക്ക് സ്വന്തമായിട്ട് കയറാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കയറ്റാമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ പാണ്ടയിലെത്തി. എന്താണ് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഒരു പിങ്ക് അടിച്ച പോലെ നല്ല ചൂടുണ്ട് ഇവിടെ. ജിമ്മൻ്റെ കൈ പിടിച്ച് നമ്മൾ പണ്ടേ പോവാണ്. ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോവാണ്. തൊട്ടടുത്ത് തന്നെ രണ്ടും. അതുകൊണ്ടാണ് വന്നത്. പുറത്തുനിന്ന് വേഗം ഉള്ളിൽ കയറുക എന്നുള്ള ഒറ്റ മൈൻഡിലായിരിക്കും നമ്മൾ ഓടുക. നല്ല ചൂടാണ്. പിന്നെ നമ്മൾ രാവിലെ ഗ്രോസറി ഷോപ്പിങ്ങിന് വരുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് സാധനം കിട്ടുകയും ചെയ്യും. വലിയ തിരക്കും ഉണ്ടാവില്ല. പിന്നെ ഇന്ന് മെയിനായിട്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങാൻ കാരണം ഇക്കാക്ക് ജിമ്മിന് പോകാനുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണികളും ഇല്ല. സാധനം വാങ്ങിച്ചാൽ എനിക്ക് ലഞ്ചിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത്. പക്ഷേ രാവിലെ ഇറങ്ങുന്ന ഒരു ബെനിഫിറ്റ് ഇതാണ്, നമുക്ക് ഫ്രഷ് സാധനങ്ങളും വലിയ തിരക്കില്ലാണ്ട് നമുക്ക് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം. പിന്നെ എനിക്കിന്ന് 1 hour സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെയാണ് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലിസ്റ്റൊക്കെ ചെയ്ത് ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രോക്കോളി, പിന്നെ ക്യുക്കുംബർ, ക്യാപ്സിക്കം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എൻ്റെ മോളെ ദേശീയ ഭക്ഷണമായ പഴം എടുത്ത്, പിന്നെ ആപ്പിളും, അങ്ങനെ കുറച്ച് ലിസ്റ്റ് ചെയ്ത സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അതുകൊണ്ട് ഇന്ന് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റായി. പിന്നെ ഞാൻ കുറച്ച് ബെറീസൊക്കെ നോക്കി. ഫ്രൂട്ട്സ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കലില്ല, അതൊക്കെയാണ് വാങ്ങിക്കുക. പിന്നെ കുറേ നേരം സമയം ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലീനു ട്രോളിയിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ ഡ്രിങ്ക് ആരെയും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ സൺടോപ്പിൻ്റെ പുതിയൊരു ഡ്രിങ്ക് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ലീനുവിൻ്റെ ഹൈറ്റിൽ കുറേ ജ്യൂസും ഇതൊക്കെ കണ്ടപ്പോൾ അവളെ വകയെ അവൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിൽക്ക് എടുത്ത്, കേർഡ് എടുത്ത്, പിന്നെ അതേപോലെ ലീനുവിന് ഐസ്ക്രീമിൻ്റെ പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫ്രൂട്ട് യോഗേർട്ട്. അവൾക്ക് ഐസ്ക്രീം എന്താണെന്ന് ഡിഫറൻസ് അറിയാം, പക്ഷെ അവൾക്ക് ഐസ്ക്രീമിനേക്കാളും ഇഷ്ടമാണ് ഫ്രൂട്ട് യോഗേർട്ട്. അങ്ങനെ അത് ഞാൻ എടുത്ത് ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുക്കുമ്പോൾ അവൾ 2 വേറെ കാർട്ടിലിടും. അത് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ അടുത്തത് അവൾ കൊണ്ടുപോയിടും. അങ്ങനെ ഒരു കളിയിൽ നിന്ന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് വെച്ചു. അവൾക്ക് കാർട്ടൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കണ്ടിട്ടാണെന്നൊന്നും അറിയില്ല, എന്നാലും അതിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് വേറെയും തൈര് എടുക്കാൻ പോയിന്. അത് വേണ്ട പറഞ്ഞ് തിരിച്ച് പോരേനു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോയൊക്കെ കണ്ട് പിന്നെ ലീനുവിൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ടോയ് സെക്ഷനിലേക്ക് വന്നു. ഇവിടെ കുറേ ബാർബീസ് ഉണ്ടായിരുന്നു.
അവൾക്കിത് ബാർബിയാണ്, ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവൾക്ക് എന്ത് കണ്ടാലും അത് ബേബിയാണ്. അങ്ങനെ അതിന് കുറച്ച് നേരം നോക്കി നിന്ന്. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചോളും. അങ്ങനെ വല്ലാണ്ട് വാശി പിടിക്കലൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒരു ടോയൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ചധികം നേരം അങ്ങനെ നടന്നിട്ട് പിന്നെ അവൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടേ പോകുന്നത്. അവൾ മിൽക്ക് കുടിച്ചിട്ടാണ് ആകെ പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഞാൻ അവൾക്ക് ജ്യൂസ് കൊടുത്ത്. ജ്യൂസ് കുടിക്കാൻ മെയിൻ റീസൺ രണ്ടെണ്ണം. ഒന്നാമത് നല്ലോണം ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ കാട്ടിലിരുന്നോളും. അപ്പോൾ പിന്നെ എനിക്ക് ഒന്നുകൂടി സിമ്പിളായി ഇങ്ങനെ നടക്കാം. ഇത് ഇവൾ ഓടും ചെയ്യും, എനിക്ക് കാർട്ടൂൺ തരണം, അവളെയും നോക്കണം, അങ്ങനെ രണ്ടും കൂടി പറ്റാതായപ്പോൾ ഞാൻ വേഗം കാട്ടിലിരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ വിളിച്ചു, കാരണം ജിമ്മ് കഴിഞ്ഞു, വേഗം ബില്ല് ചെയ്തോ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ ബില്ലിങ് സെക്ഷനിൽ പോയിട്ട് ബില്ല് ചെയ്ത്. അപ്പോഴേക്കും അവളുടെ ജ്യൂസ് തീർന്ന്. പിന്നെ അടുത്ത പ്രാവശ്യം അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം പകുതി നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുറത്തെത്താനായപ്പോഴേക്കൊക്കെ എത്തിയതുകൊണ്ട് കണ്ടടുത്തൊക്കെ വേഗം ചാടി കയറിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയി വേഗം ലഞ്ച് ഉണ്ടാക്കി കഴിച്ച്. നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ലഞ്ച് സിമ്പിളായിട്ട് ചിക്കൻ ഗ്രില്ലും പിന്നെ വെജിറ്റബിൾ സോട്ട് ചെയ്തതും പിന്നെ അത് ഞാൻ തൈര് വെച്ചിട്ടൊരു സോസ് പോലെ. എനിക്ക് ചിക്കൻ ഇങ്ങനെ ഒറ്റക്ക് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തൈരിൽ കുറച്ച് പൗഡേഴ്സൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. ഹെൽത്തി ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കുണ്ടാക്കി കഴിക്കലുണ്ട്. ഈ ചോറ് വല്ലാണ്ട് ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ല രസമാണ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വേഗം ക്ലീൻ ചെയ്ത് പിന്നെ മെയിൻ തിങ് വല്ലാണ്ട് പാത്രം കിച്ചൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഇന്നലെ ഒരു 2:30 ഉറങ്ങിയ 9 മണിയപ്പോൾ നീറ്റും ചെയ്ത് ഉറക്കം വന്ന് അങ്ങ് അറ്റെത്തിയിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലീനുവാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഈ സമയം ശരിക്കും എൻ്റെ ഫ്രീ ടൈമാണ്. പിന്നെ 7 മണിക്ക് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലീനുവിൻ്റെ വാഷ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് ചെയ്യാം. ഞാൻ പാണ്ടേക്ക് പോയ സമയത്ത് ലിപ്സ്റ്റിക്ക് ഒരു പിങ്ക് ഷെയ്ഡേനി. ഇപ്പം അതൊരു ന്യൂഡ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം ലീനുവിൻ്റെ വാഷ് ചെയ്യാനിട്ടിട്ട് കുറച്ച് നേരം എന്തെങ്കിലും കണ്ടിരിക്കാം. അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കുളിക്കണം. അങ്ങനെ ഇതാണ് ലിനുവിൻ്റെ എന്താണ് ലോണ്ട്രി ബാഗ്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് അവളത് ഞാൻ കുറച്ചധികം ആകുമ്പോൾ കൊണ്ടുപോയിട്ട് ഞാൻ വാഷ് ചെയ്യാറില്ല. അങ്ങനെ ഇന്ന ഡേറ്റ് എന്നൊന്നും ഞാൻ വെക്കലില്ല. പിന്നെ അവൾക്ക് പൗഡേഴ്സും ഞങ്ങളെ ലിക്വിഡൊന്നും യൂസ് ചെയ്യലില്ല. അവളതായിട്ടുള്ള ലിക്വിഡ് തന്നെ യൂസ് ചെയ്യൽ. പിന്നെ അവളത് അത് കൊണ്ടുപോയിട്ട് കുറച്ച് നേരം യൂട്യൂബിൻ്റെ എന്നിട്ട വീഡിയോസിൻ്റെ കമൻറ്റ്സും അതേപോലെ എത്ര ആൾക്കാർ കണ്ടു എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചധികം നേരം ഫോണിൽ കളിച്ചിരുന്ന്. ഇതൊക്കെ മെയിനായിട്ട് ഉറങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. നല്ല ഉറക്കമുണ്ടായിരുന്നു. കാരണം തലേ ദിവസം വല്ലാണ്ട് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പിറ്റേ ഇന്നൊക്കെ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പകുതി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പത്തോളം എനിക്ക് തലയൊക്കെ വേദനയായി പൊട്ടുന്ന അവസ്ഥയായപ്പം ഞാൻ പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കിടന്ന് നീക്കാന്നുള്ള അവസ്ഥയിൽ പോയി ഉറങ്ങരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉറക്കം കഴിഞ്ഞ് നീറ്റും. തീരെ എന്നെ കൊണ്ട് ഉറങ്ങാതിരിക്കാൻ കഴിയണില്ല. ഒന്നാമത് നല്ല ലേറ്റായിട്ട് ഇന്നലെ കിടന്നു, നേരത്തെ നീറ്റ്. അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൽ നീറ്റ് ലീനുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം, അതൊക്കെ തന്നെ. അപ്പോൾ നമുക്കിനി ബാക്കി കാണാം. പിന്നെ ഉറക്കത്തിൽ നീറ്റ് ഞാൻ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് നേരെ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഉറങ്ങുന്ന കുറച്ച് മുമ്പ് ഇട്ടുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റാൻഡിൽ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഷോപ്പിങ്ങിന് നമ്മൾ ഗ്രോസറി വാങ്ങിച്ചതൊക്കെ നേരെ അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ചു. മെയിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് അല്ലേ ഉള്ളതിനോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കക്കരിയും ക്യാരറ്റൊക്കെ സ്റ്റോർ ചെയ്യൽ. അത് ഞാൻ മെയിനായിട്ട് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. കാരണം എനിക്കിത് കുറച്ചധികം നേരം വെച്ച് പണിയെടുക്കണ്ടാവും. ടിഷ്യൂ ഓരോന്ന് വെച്ച് ഓരോന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ആ സമയത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹറിബറി ചെയ്യുമല്ലോ വിചാരിച്ചിട്ട്. ഇത് കൊറിയാണ്ടർ ലീഫാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ പാത്രത്തിൽ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടാണ് വെക്കൽ. അപ്പോൾ കുറച്ച് കാലം നിൽക്കും.
പിന്നെ അതേപോലെ കുക്കുംബറും ഞാൻ ബേസിലൊരു ടിഷ്യൂ വെച്ചിട്ടാണ് വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് കവറൊക്കെ അതേപോലെ മടക്കി വെച്ചു. എനിക്ക് കവറൊക്കെ ഇങ്ങനെ മടക്കി വെക്കണം. ഇങ്ങനെ അല്ലാണ്ട് വെക്കുമ്പോൾ എനിക്ക് എന്തോ കുറേ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ഇതാകുമ്പോൾ കുറച്ച് വൃത്തിക്ക് അങ്ങനെ നിന്നോളും. പിന്നെ ലീനുവിന് വാങ്ങിച്ച ടോയിൽ മെയിനായിട്ട് ഞാനേനു കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇത് കളിക്കാൻ. ഞാനും ഒക്കെ ഇങ്ങനെ മാറി മാറി കളിക്കുന്നു. ഇത് ലീനുവിൻ്റെ ഏജ് അല്ലേനു. അപ്പോൾ അവൾക്കത് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ പുറത്ത് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ഒന്ന് ഫ്രഷായി. പിന്നൊക്കെ അത് ലേറ്റായി നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. വേറെ ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഞാൻ ഓൾറെഡി എടുക്കണില്ല വിചാരിച്ചു. കാരണം ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് വർക്കൗട്ടിൻ്റെ ഒക്കെ. അപ്പം നമുക്ക് പുറത്ത് പോവാം. എടുക്കാൻ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു. ഇപ്പോഴും എവിടേക്കാ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഹായ്, ഓള് ജസ്റ്റ് ഷോപ്പിൽ പോയിട്ടുണ്ട്. എന്തോ കാര്യത്തിന് പോയതാ. അപ്പോൾ ഓക്ക് പപ്പൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് കാരണതാ. ഓക്കെ, ഇപ്പം ശരിക്കും തീരുമാനിച്ചില്ല. പക്ഷെ എനിക്ക് RNBയിലൊന്ന് പോകാനുണ്ട്. ലീനൊരു ഷൂ എടുക്കാനുണ്ട്. അവളെ ഷൂ ഒരെണ്ണം മിസ്സായിപ്പോയി. എവിടെ പോയിന്ന് ഇപ്പോഴും അറിയില്ല ഷൂസ്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇപ്പം ഇന്ന് മുതൽ മറ്റേ ഹെൽത്തി ഫുഡിലേക്ക് കയറിയതുകൊണ്ട് എൻ്റെ ഡിന്നർ ഓൾറെഡി കഴിഞ്ഞു. ഡിന്നർ ഞാൻ കാണിച്ച കോണ് ആയിരുന്നു എൻ്റെ ഡിന്നർ. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കുന്ന പ്ലാനൊന്നുമില്ല. ലീനുവിന് വൈകുന്നേരം ചോറ് കൊടുത്തു. ഇനി രാത്രി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. പിന്നെ ഓള് വരുന്നതിന് മുന്നേ എഗ്ഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗ് ഞാൻ എല്ലാ ദിവസവും ഒരു എഗ്ഗ് ഒക്കെ കൊടുക്കാൻ നോക്കലുണ്ട്. 1-2 എഗ്ഗ് കൊടുക്കാൻ നോക്കലുണ്ട്. അപ്പം വരുന്ന നേരത്ത് ഒക്കെ സ്നാക്കായിട്ട് എഗ്ഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീനുവിന് ഇനി എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മെയിനായിട്ട് എൻ്റെ നൈറ്റും ഡേയും മൈ ലൈഫിൽ കാണിക്കാൻ. കാര്യമായിട്ട് കുറേ ഒന്നും കാണിക്കാനില്ല. ഇന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എനിക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകണ്ടായതുകൊണ്ട് വീഡിയോ എടുത്തു. പിന്നെ ഇനിയിപ്പോൾ RNB പോണത് നോക്കാം. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറച്ച് കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ കാണുന്ന കമൻസിനൊക്കെ ഞാൻ കുറച്ച് കമൻസ് ആയതുകൊണ്ട് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരലുണ്ട്. ലൈക്ക് ചെയ്യണം. പിന്നെ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സോ അടുത്ത എന്ത് കണ്ടൻറ്റാണ് വേണ്ടത്, അല്ല എന്ത് വീഡിയോ വേണ്ടതെന്നൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എനിക്ക് പണ്ടുണ്ടല്ലോ, ആദ്യമൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ബാഗ് ഇപ്പോൾ കംപ്ലീറ്റ് എൻ്റെ ബാഗല്ല, ലീനുവിൻ്റെ ബാഗാണ്. അധികം കുറേ ലീനുവിൻ്റെ സാധനങ്ങളാണ്. പക്ഷെ എന്നാലും എനിക്ക് അത് ഒരു പ്രാവശ്യം ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം വാട്ട്സ് ഇൻ മൈ ബാഗ്. അതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മളിഞ്ഞ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് അവിടെ നമ്മൾ മറ്റേ വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വ്ളോഗിലോ ഷോർട്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ആ കല്യാണത്തിന് നമുക്ക് പോകണം. അപ്പം അടുത്ത മാസം കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം നാട്ടിൽ പോകാൻ തന്നെ കുറച്ച് എക്സൈറ്റഡ് ആണല്ലോ. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ RNBൻ്റെ പ്ലാൻ മാറ്റി 5 റിയാൽക്ക് വന്നു. കാക്ക എന്തോ ഒരു സാധനം എടുക്കാണ്ട് വന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് വന്ന്. പിന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടേനും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എവിടേക്കും പോകണ്ട വിചാരിച്ചു. പിന്നെ അത് 5 റിയാലിൻ്റെ പുറത്തുള്ള ഒരു ബസ് ബോസ് അതിന് കേട്ടോ, ഒരു താത്ത വിറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 5 റിയാലിൽ നിന്നൊന്നും ഞാൻ കാര്യമായിട്ട് ഒരു വീഡിയോ എടുത്തില്ല. എന്നും കാണിക്കുന്ന അതേ സംഭവം തന്നെ. പിന്നെ അവിടുന്ന് നേരെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. ഓൾറെഡി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് കഴിച്ചതും പിന്നെ കോണൊക്കെ കഴിച്ചുകൊണ്ട് വേറെ ഒന്നും ആവശ്യമില്ല ഇനി. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.